കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ 50 mm കനം വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ മീൻസ് എസ് വൈറ്റ്, സാധനകള്ളി വൈറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് 40 കിലോമീറ്റർ, അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ആന്ധ്രയ്ക്ക് പോകുന്ന വഴി 40 കിലോമീറ്റർ പോകുമ്പം ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദേവനഹള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി സാധനകള്ളിയിൽ എസ് വൈറ്റ്, സാധനകള്ളി വൈറ്റ് 50 mm. ഈ കാണുന്ന സ്റ്റോണുകളാണ് ആയിരിക്കുന്നത് 50 mm ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ റേറ്റ്. കോട്ടയം ജില്ലക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലേക്കുള്ള റേറ്റാണ് പറയുന്നത്. വെറും 98 രൂപ സ്ക്വയർ ഫീറ്റിന് ഫുൾ ലോഡ്. 2300 സ്ക്വയർ ഫീറ്റാണ് ഒരു വലിയ വണ്ടിയിൽ വരുന്ന ലോഡ്. വലിയ വണ്ടി നാഷണൽ പെർമിറ്റ് ലോറിയാണ്. നാഷണൽ പെർമിറ്റ് ലോറി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വരുന്ന വണ്ടിയിൽ 2300 സ്ക്വയർ ഫീറ്റ് ഫുൾ ലോഡ് എടുക്കുകയാണെങ്കിൽ 98 രൂപയ്ക്ക് വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടെ വരെ നമ്മൾ എത്തിച്ചേരും. 98 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. ഇനി സാധനങ്ങളിൽ സ്റ്റോണൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഹാഫ് കട്ട് സ്റ്റോണിനെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ നമ്മൾ മേടിക്കുമ്പം ഇതിൻ്റെ അളവുകൾ, സൈസുകൾ ഇതെല്ലാം കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം നമുക്ക് അളവിനകത്ത് വ്യത്യാസം വരാം. ഈ 2x2 എന്ന് പറഞ്ഞാൽ 2 അടി നീളം വരുമ്പം 24 ഇഞ്ച് നീളം വരണം. അതുപോലെ തന്നെ വീതിയാണെങ്കിൽ 24 ഉണ്ടാകണം. അപ്പം ചില ആൾക്കാർ സ്റ്റോൺ കൊണ്ടുവരുമ്പോൾ അത് 23 വരുള്ളൂ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് അവിടെ കുറവുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്റ്റോണ് ഫുൾ മെഷർമെൻറ്റാണ്. അതായത് എത്രയാണോ അളവ്, ഇപ്പോൾ 2x1 ആണെങ്കിൽ പറയുന്നെങ്കിൽ 24, 12, 2x2 ആണെങ്കിൽ 24, 24, 2 കൊന്നര. ഇതിപ്പോൾ 2 കൊന്നര എന്ന് പറഞ്ഞതാണ്. 2 കൊന്നര എന്ന് പറയുമ്പം 2 അടി നീളം. അപ്പോൾ നമുക്ക് ടേപ്പായി എടുത്ത് ഇങ്ങനെ നോക്കണം 2 അടി ഉണ്ടോ എന്ന്. കണ്ടോ, കറക്റ്റ് 2 അടി. പിന്നെ നമുക്കതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കി, ഇതാണ് വീതി. ഈ വീതി 18 ഇഞ്ച് ഉണ്ടോ നോക്കണം. 18 ഉണ്ടോ, 18 കറക്റ്റ്. അപ്പോൾ ഇത് 2 കൊന്നര എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കനം ഉണ്ടോ, ഇതിൻ്റെ കനം വരുമ്പോൾ 2 ഇഞ്ച്. ഇതിപ്പോൾ 2 ഇഞ്ചിനേക്കാളും സ്വല്പം കൂടുതലാണ്. അപ്പോൾ എല്ലാ സ്റ്റോണും നമ്മൾ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 2 ഇഞ്ച് ഉണ്ടെന്നുണ്ടോ, 2 ഇഞ്ചുണ്ട്, ഇതുണ്ടോ 2 ഇഞ്ച്. അപ്പം സ്റ്റോണ് അളവ് കറക്റ്റാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ എസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്ല് നല്ല ഉണങ്ങിയിരിക്കുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് കല്ലിരിക്കുന്നത്. പക്ഷേ കല്ല് നനച്ച്, അപ്പോൾ നമ്മൾ വർക്കൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കല്ല് നനയ്ക്കും. അപ്പോൾ നനച്ച് കഴിയുമ്പോൾ കല്ലിൻ്റെ കളറൊന്ന് മാറും. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അഖിലേഷ് വെള്ളം എടുത്ത് അഖിലേഷേ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഉണ്ട് ഇതിൻ്റെ കറുത്ത ഡോട്ട്സ്. ഇത് എസ് വൈറ്റ് കല്ലാണ്, കറുത്ത ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ കല്ല് കുറേ ഡാമേജ് കല്ലാണ്. ഡാമേജ് കല്ലെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇതുപോലെ മാർബിൾ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കല്ലുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം മാർബിൾ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. അതേസമയം നമ്മളിപ്പോൾ എന്താ ഇതെല്ലാം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. കേട്ടോ, ഇതിൻ്റെ എല്ലാം നിറം നോക്കിയേ, കണ്ടോ, ഇതിന് മാർബിൾ ഷെയ്ഡുകളൊന്നുമില്ല. ഇതെല്ലാം നല്ല പ്യുവർ ആയിട്ട്, നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നിൽക്കുന്ന കല്ലാണ്. വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഈ കറുത്ത ഗ്രെയിൻസ് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ആൾക്കാർ സ്റ്റോൺ കൊണ്ടുവരുമ്പം എസ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് തനി വെള്ളയാണെന്ന് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കില്ല. വെള്ളയാണ്, ഇതുപോലെ ഉണങ്ങിയിരിക്കുമ്പോൾ വെള്ളയാണ്. പക്ഷെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരും. അപ്പോൾ അത് നിങ്ങളെ കളിപ്പിക്കുന്നതല്ല, അതാണ് ശരിയായിട്ടുള്ള കല്ല്. അല്ലാതെ നമ്മൾ കല്ല് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയാം നിങ്ങൾ കറുത്ത കല്ലാണ് കൊണ്ടുവന്നേ എന്ന് പറയും. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയരുത്. കാരണം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പം എസ് വൈറ്റ് കല്ലാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു. വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടം വരെ എത്തിച്ചു തരുന്ന റേറ്റാണ്. സ്ക്വയർ ഫീറ്റ് 98 രൂപ. കോട്ടയം ജില്ലക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. എല്ലാ ജില്ലക്കാർക്കും വേണ്ടിയുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിനകത്ത് നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലക്കാർക്കാണ്. 98 രൂപയ്ക്ക് വലിയ വണ്ടി വരുന്നത് എവിടെയാണോ അവിടെ വരെ ഞാൻ എത്തിച്ചു തരും. പിന്നെ ഇത് ചെയ്ത്, അതായത് ഇതിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുമ്പം എത്ര രൂപ ആകുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് കോത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് സിയോൺ ചർച്ച് പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പാർക്ക് സൈഡിലൊന്ന് പോയിട്ട് അവിടുന്ന് നമുക്ക് സംസാരിക്കാം. എത്ര രൂപ കോസ്റ്റ് ആവും, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോത്തല പള്ളി വെച്ച് കാണാം. അപ്പോൾ നമ്മൾ കോത്തല പള്ളിയിൽ വന്നിട്ടുണ്ട്. സെഹിയോൺ ഓർത്തഡോക്സ് ചർച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ 2x1.5, അതായത് 2 അടി നീളവും 1.5 അടി വീതിയും വരുന്ന ഹാഫ് കട്ട് സ്റ്റോണാണ് ഇപ്പോൾ നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാണുന്നതൊക്കെ നമ്മൾ കല്ല് വിരിച്ചിട്ട് പാറപ്പൊടി ഇട്ടേക്കുവാണ്. പാറപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഈ മെറ്റൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ മെറ്റലിനകത്ത് നമ്മൾ പാറപ്പൊടി ഇട്ടിട്ട് വെള്ളം അടിക്കുമ്പം മെറ്റലിനകത്തോട്ട് ഇത് ഇറങ്ങി കയറും. എന്നിട്ട് നമ്മളിങ്ങനെ കൊട്ടി നോക്കുമ്പം എയർ ഉണ്ടോ നോക്കും. സന്ദീപേ വെള്ളം അടിച്ചേ. പിന്നെ കല്ലിൻ്റെ കളർ ഇതാണ്, ഇതുണ്ടോ എസ് വൈറ്റ് കല്ലാണ്, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കല്ലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പാറപ്പൊടി ഇട്ടിട്ട് വലിയ ഓസ് ഉണ്ടോ, ഇതുപോലത്തെ ഓസ് എടുക്കുക. അപ്പോൾ ആ ഓസിനകത്ത് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇത് 2 ഇഞ്ച്
കനത്തിൽ നമ്മൾ മെറ്റലിട്ടേക്കുവാണ്. അപ്പോൾ ഈ മെറ്റലിനകത്ത് പാറപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ വെള്ളം അടിക്കും. കണ്ടോ, വെള്ളം അടിക്കുമ്പോഴത്തേന് ആ പാറപ്പൊടി കറക്റ്റായിട്ട് അതിനകത്ത് ഇറങ്ങിയിട്ട് അത് നമ്മൾ സീറ്റാക്കും. ഇതേപോലെ ആണോ. അപ്പോൾ അതങ്ങനെ സീറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പള്ളിക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റ് 135 രൂപയ്ക്കാണ്. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് വിരിച്ച് കൊടുക്കുന്നത് 135 രൂപ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഈ കല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇതുണ്ടോ, കറക്റ്റ് ഇതുണ്ടോ, 2 ഇഞ്ച് ഗ്യാപ്പ് വരാവുള്ളൂ. എവിടെ നോക്കിയാലും 2 ഇഞ്ച് ഇതുണ്ടോ. 2 ഇഞ്ച് കൂടുതൽ നമ്മൾ, അതായത് കല്ലുകൾ തമ്മിലുള്ള അകലം 2 ഇഞ്ച് കൂടുതൽ വേണം നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കല്ലിൻ്റെ ഏരിയ കുറച്ച് മതി. ഇതിപ്പോൾ 2 കൊന്നര എന്ന് പറയുന്ന കല്ല് ഒരു 1000 സ്ക്വയർ ഫീറ്റ് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വിരിക്കുമ്പോൾ നമുക്കൊരു 800 സ്ക്വയർ ഫീറ്റ് കല്ലുണ്ട്, നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും. അത് 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 135 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 130 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അകലം കൂടും തോറും നമുക്ക് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പിനകത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 4 കൊട്ട പൊടി ഇതുപോലത്തെ 3 കൊട്ട മെറ്റൽ, ഏത് സിമെൻറ്റാണോ ബ്രാൻഡഡ് എന്ന് വെച്ചാൽ ആ ബ്രാൻഡഡ് സിമെൻറ്റ്, ഇപ്പോൾ രാംകോയോ ശങ്കറോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 4 കൊട്ട പൊടി 3 കൊട്ട മെറ്റൽ 1 ചാക്ക് സിമെൻറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തിപ്പം ഈ ഭാഗമൊക്കെ നമ്മുടെ പോയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ പിള്ളേർ ഇതൊക്കെ വെച്ചാൽ കല്ലിൻ്റെ ഏറ്റുകൾ, അതായത് ഈ ലൈൻ കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടി ലൈൻ അടിച്ച് കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ കല്ല് വിരിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചുമ്മാ കല്ല് വിരിച്ചാൽ പോരാ. കാരണം ചുമ്മാ കല്ല് വിരിച്ചേക്കുന്ന നേപ്പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷായി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഗ്രാസ് മാത്രമേ വെക്കാനുള്ളൂ ഈ ഭാഗത്ത് കേട്ടോ. ഈ ഏരിയ കല്ല് മൊത്തം നമ്മൾ വിരിച്ചു. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് വെക്കണം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറെ സെറ്റ് പണിക്കാരാണ് ചെയ്യുന്നത്. പള്ളിക്ക് പെട്ടെന്ന് വർക്ക് തീർത്ത് കൊടുക്കേണ്ടതുകൊണ്ട് അർജൻറ്റാണ് പണി. അപ്പോൾ ഇവിടെ വേറെ സെറ്റ് പണിക്കാർ അപ്പുറത്ത് നമ്മുടെ തന്നെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുണ്ടോ, ഇതിപ്പോൾ കല്ല് വിരിച്ച് സെറ്റ് ചെയ്തോളൂ. പക്ഷേ ഇതിൻ്റെ ലൈൻ കറക്റ്റല്ല കേട്ടോ. ഇതിൻ്റെ ലൈൻ കറക്റ്റാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചരട് കണ്ടോ, ഈ ചരട് ഇങ്ങനെ കെട്ടി സ്കെച്ച് പെന്ന് മാർക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മൾ മിഷൻ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ പല പീസൊക്കെ വെച്ചിട്ട് ആൾക്കാർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്കെച്ചിൽ ഇങ്ങനെ വരച്ചിട്ട് അത് കൃത്യമായിട്ട് ലൈൻ അടിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് 135 രൂപയ്ക്ക് നമ്മൾ വിരിച്ച് നൽകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വീടിൻ്റെ, അതായത് ഈ കല്ല് വിരിച്ച് ഫുൾ ഫിനിഷായ ഒരു വീട്ടിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് ചെന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നമ്മുടെ രാമപുരത്തുള്ള സൈറ്റിലെത്തിയിരിക്കുകയാണ്. 2 കൊന്നര 2 ലൈൻ ബോക്സായിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ജോയിൻറ്റ് പോലെയാണ് നമ്മൾ ഈ പാറ്റേൺ വിരിച്ചേക്കുന്നത്. അപ്പം നമ്മൾ വീടുകളുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 4000-4500 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ പാലാ പരിസര പ്രദേശങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ സ്ക്വയർ ഫീറ്റ് 135 രൂപ റേഞ്ചിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ദൂരം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ 140 രൂപ, അങ്ങനെ ചിലപ്പോൾ 145 അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കും. കാരണം ഇപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റോ 300 സ്ക്വയർ ഫീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ 145 രൂപ വരെ നമ്മൾ വർക്കിനകത്ത് മേടിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 1000 സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ് മേളിൽ ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ 135 140 ഈ 2 റേഞ്ചിലാണ് നമ്മൾ, അതായത് ദൂരം അനുസരിച്ച് വരും. 135 രൂപ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 140 രൂപ ഈ റേഞ്ചിലാണ് നമ്മൾ ഈ വർക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കൊടുക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി ഇത് കാണിച്ചു തരാം. ശരിക്കും ഇതുണ്ടോ നോക്കിയേ, ഇതിൻ്റെ അകം നമുക്ക് കാണത്തില്ല. കാരണം അത്രയും തിക്ക 25 mm ആണ്. പക്ഷേ ഡെൻസിറ്റി 28 ഡെൻസിറ്റിയാണ്. സാധാരണ നമ്മൾ 20-25 വരുന്ന പോലെയല്ല. ഈ ഗ്രാസിൻ്റെ ഉള്ളിൽ കാണാൻ മേലാത്ത പോലെ ആണോ. ഇപ്പോൾ ഈ വീടിൻ്റെ വർക്ക് 2 ദിവസമായുള്ളൂ ഇവിടെ പൂർത്തീകരിച്ചിട്ട്. ഇവിടെ പെയിൻറ്റിങ്ങും പണിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വന്ന് എടുത്ത് പുള്ളിക്കാരൻ ഗൾഫിന് പോയി. അപ്പം ആകെ ഒരു അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. കാരണം കഴുകി വൃത്തിയാക്കിയാലേ നല്ല ഭംഗിയായിട്ട് ഇത് കിടക്കത്തുള്ളൂ. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ വർക്കിന് ശേഷം ഇവർ ഇത് വൃത്തിയാക്കി എടുക്കത്തുള്ളൂ.
അപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 50 mm ബാംഗ്ലൂർ സ്റ്റോണ് കോട്ടയം ജില്ലയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് 98 രൂപയ്ക്ക് വലിയ വണ്ടി വരുന്നിടം വരെ എത്തിച്ചു തരും. അത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ കമ്പനി നേരിട്ട് വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ 135 രൂപ മുതൽ 145 രൂപ വരെയുള്ള റേറ്റാണ് നമ്മൾ മേടിക്കുന്നത്. വലിയ ഏരിയയൊക്കെയാണ് നമ്മൾ 135 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. കുറച്ച് ചെറിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 145 മേടിക്കും. ഇതിന് ഇടത്തരമായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ 140 മേടിക്കും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നത്. വർക്ക് നമ്മൾ ഫുള്ള് ഗ്യാരണ്ടിയോടുകൂടി, കാരണം എല്ലാ സ്റ്റോൺ വർക്കേഴ്സും നമ്മളിവിടെ നിൽക്കുന്നത് ഒരു 10 വർഷത്തിന് മേളിലായിട്ട് നിന്ന് പണിയുന്ന പണിക്കാരാണ്. അല്ല 1 വർഷം 2 വർഷം വന്ന് പണി പഠിച്ച പണിക്കാരല്ല. അത്ര എക്സ്പേർട്ടായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇവരുടെ വഴി നമ്മൾ വിരിച്ചേക്കുന്നത് 2.5 ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഗിയർ സ്റ്റോൺ ഇട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡിസൈന് വേണ്ടി നമ്മൾ നാടൻകല്ല് 2 സൈഡായിട്ട് ബോർഡർ കൊടുത്തേക്കുന്നു. ഔട്ട് സൈഡിൽ നാടൻകല്ല് കൊടുത്തേക്കുന്നു. അങ്ങനെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വഴി ചെയ്തേക്കുന്നത്. അപ്പോൾ വഴി വെച്ചാൽ എല്ലാം വലിയ വണ്ടിയൊക്കെ വന്ന് കയറേണ്ടതാണ്. അപ്പോൾ എത്ര വലിയ വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ പുറത്ത് കയറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗിയർ സ്റ്റോൺ ഇട്ടേക്കുന്നത്. ഗിയർ സ്റ്റോണിൻ്റെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് കട്ട് സ്റ്റോണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പം ഈ വഴിയും കൂടെ ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ വീട്ടിൻ്റെ വർക്ക് വന്നപ്പം നമ്മളിതിവിടെ കാണിക്കണമല്ലോ. അപ്പോൾ ആ ഒരു റേഞ്ച് കൊണ്ട് നമ്മളിതങ്ങ് കാണിച്ചെന്നുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായി എല്ലാം വാട്സപ്പ് വഴി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിന് കമൻറ്റും കാര്യങ്ങളും ഇടുമ്പോൾ അതിന് കൃത്യമായ മറുപടി നമ്മൾ തന്നിരിക്കും. ഫോൺ വിളിച്ചിട്ട് ചില സമയങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിനകത്ത് നിങ്ങൾ ബന്ധപ്പെടുക. വാട്സപ്പിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി തരും. അപ്പം ഞാനിന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സമയം 1 മണിയാകാറായി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.